ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി പിടിയിൽ. അനധികൃതമായി ഇന്ത്യയിലെത്തിയ ബംഗ്ലാദേശ് സ്വദേശിയായ ഷെരീഫുൽ ഇസ്ലാം ഷഹസാദിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ഇന്ത്യയിൽ നുഴഞ്ഞു കയറിയ ഈ ബംഗ്ലാദേശ് സ്വദേശി വിജയ്ദാസ് എന്ന പേരിലാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഇയാൾ കുറേക്കാലം മുംബൈയിലെ ഒരു ബാറിൽ ജീവനക്കാരനായിരുന്നു. പിന്നീട് താനെയിലെ മെട്രോ നിർമ്മാണ തൊഴിലാളികൾക്കൊപ്പമായിരുന്നു ജോലി ചെയ്തിരുന്നത്. ജോലി കുറഞ്ഞതോടെയാണ് മോഷണം നടത്താൻ പദ്ധതിയിട്ടതെന്നും സെയ്ഫ് അലി ഖാന്റെ വീടാണെന്ന് അറിയാതെയാണ് ബാന്ദ്രയിലെ വീട്ടിൽ കയറിയതെന്നുമാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. AC ദ്വാരം വഴിയാണ് വീട്ടിനുള്ളിൽ കയറിയതെന്നും ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തി. വ്യാഴാഴ്ച പുലർച്ചെയാണ് ഷെരീഫുൽ ഇസ്ലാം ബാന്ദ്രയിലെ വസതിയിൽ അതിക്രമിച്ചു കയറി സെയ്ഫ് അലി ഖാനെ ആക്രമിച്ചത്. ആക്രമണത്തിൽ നടന് 6 തവണ കുത്തേൽക്കുകയും കത്തി മുറിഞ്ഞ് ശരീരത്തിൽ തറയ്ക്കുകയും ചെയ്തു. ചോരയിൽ കുളിച്ച നടനെ ഓട്ടോറിക്ഷയിലാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ആക്രമണശേഷം പ്രതി വീട്ടിൽ നിന്ന് രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിരുന്നു. കുട്ടികളുടെ മുറിയിൽ കള്ളൻ കയറിയെന്ന് സഹായികളിൽ ഒരാൾ അറിയിച്ചതിനെ തുടർന്നാണ് സെയ്ഫ് മുറിയിലെത്തിയത്. തുടർന്ന് നടന്ന ഏറ്റുമുട്ടലിലാണ് പ്രതി സെയ്ഫ് അലി ഖാനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. ശരീരത്തിൽ 6 തവണയാണ് കുത്തേറ്റത്. ഗുരുതരമായ പരിക്കിൽ നിന്ന് തലനാരിഴയ്ക്കാണ് സെയ്ഫ് അലി ഖാൻ രക്ഷപ്പെട്ടത്. 5 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയക്കൊടുവിലാണ് ശരീരത്തിൽ കുടുങ്ങിയ കത്തി നീക്കം ചെയ്തത്.